വാഷിംഗ്ടൺ വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിനിടെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകന്റെ ദേശീയതയെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാന് മാധ്യമപ്രവർത്തകന് ഒരുങ്ങുന്നതിനിടെയാണ് ട്രംപിന്റെ അപ്രതീക്ഷിത ഇടപെടലുണ്ടായത്. താങ്കൾ ഇന്ത്യയിൽ നിന്നാണോ ജർമ്മനിയിൽ നിന്നാണെന്നാണ് താന് കരുതിയത്? മാധ്യമപ്രവർത്തകനോട് ട്രംപ് പറഞ്ഞു. താന് ഇന്ത്യയിൽ നിന്നുള്ള ആളാണെന്ന് റിപ്പോർട്ടർ വ്യക്തമാക്കിയതോടെ താന് വെറുതെ തമാശ പറഞ്ഞതാണെന്നും കണ്ടാല് കൃത്യം സിനിമയിലെ കഥാപാത്രത്തെപ്പോലെയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിവാദ പരാമർശത്തിനു ശേഷം മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ട്രംപ് കൃത്യമായ മറുപടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഉറ്റ സുഹൃത്താണെന്നും തങ്ങള് തമ്മില് മികച്ച കെട്ടുറപ്പുള്ള ബന്ധമാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സാധ്യമായ വ്യാപാര കരാറില് ട്രംപ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുൻകാലങ്ങളില് ഇന്ത്യ അമേരിക്കയെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും വലിയ നികുതി ചുമത്തിയിട്ടുമൊന്നും തിരികെ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാല് ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണെന്നും ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധത്തില് നിന്ന് അമേരിക്ക വലിയ തുക സമ്പാദിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയ ട്രംപ് ഇരു രാജ്യങ്ങളും ഉടനെ തന്നെ പുതിയ വ്യാപാര കരാറിലെത്തുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യൻ മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കക്കാര് ഒരു കോമാളിയെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതെന്നും ട്രംപില് നിന്ന് ഇത്തരം വംശീയ അധിക്ഷേപങ്ങൾ നിറഞ്ഞ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നുമാണ് ഓൺലൈനിൽ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉയർന്ന തലത്തിലുള്ള വംശീയതയാണ് ട്രംപ് കാട്ടിയതെന്നും പലരും കുറിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 ആഗോള സമ്പദ്വ്യവസ്ഥകളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 12.5% അധിക നികുതി ചുമത്താന് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയതെന്നത് ശ്രദ്ധേയമാണ്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോഴും വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ സമീപ ആഴ്ചകളിൽ അതിവേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളതെന്നും കരാറിന്റെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ശേഷിക്കുന്ന വിശദാംശങ്ങൾ കൃത്യമായി ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകളിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.